നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഭ്യൂഹങ്ങൾക്ക് വിരാമമിടാനും കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനും ഒടുവിൽ അണ്ണാമലൈ പൊതുജനങ്ങളോട് സംസാരിക്കാനൊരുങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ അഭ്യുദയകാംക്ഷികളോട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്ന് ലൈവിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയും. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ലൈവിൽ വരാമെന്നും കാര്യങ്ങളെല്ലാം സംസാരിക്കാമെന്നും അദ്ദേഹം ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട്. വിശദമായി കാര്യങ്ങൾ പറയാനും ചർച്ച ചെയ്യാനുമായി സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കാണാമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ കുറിപ്പ്. അതായത് ഈ കഴിഞ്ഞ ജൂൺ മാസം 1-ാം തീയതി മുതൽ അണ്ണാമലൈ എന്ന തമിഴ്നാട് BJPയുടെ അനിഷേധ്യനായ നേതാവ് ദില്ലിയിലാണ്. അദ്ദേഹം ദില്ലിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അണ്ണാമലൈ പാർട്ടി വിടാൻ പോകുന്നുവെന്ന വാർത്തകൾ പരന്നിരുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയിൽ അണ്ണാമലൈക്ക് റോളുകളൊന്നുമില്ല. 2019 അണ്ണാമലൈ IPS ഉദ്യോഗം രാജിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. 2020 അദ്ദേഹം BJP അംഗമായി. 2022 BJPയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായി മാറി. വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ഒരു കഴിവുള്ള ചെറുപ്പക്കാരൻ എന്ന നിലയിലാണ് അദ്ദേഹം ഉദ്യോഗം രാജിവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളിൽ ആകൃഷ്ടനായി BJPയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ BJP അദ്ദേഹത്തെ ഹർഷാരവത്തോടു കൂടിയാണ് സ്വാഗതം ചെയ്തത്. അണ്ണാമലൈ എന്ന ചെറുപ്പക്കാരനിലെ കഴിവ് കൃത്യമായി തന്നെ BJP കേന്ദ്ര നേതൃത്വം കണ്ടെത്തി. അതുകൊണ്ട് തന്നെ അന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന L. മുരുകൻ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പോയപ്പോൾ ആ ഒഴിവിലേക്ക് അണ്ണാമലൈയാണ് കേന്ദ്ര നേതൃത്വം നിയമിച്ചത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന BJPയിലെ ചില നേതാക്കൾക്ക് അണ്ണാമലൈയോട് അന്ന് മുതൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് L. മുരുകന് ശേഷം ഞങ്ങളാകും പരിഗണിക്കപ്പെടുക എന്ന് ചില നേതാക്കന്മാർക്ക് ധാരണയുണ്ടായിരുന്നു. സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഉയർന്നു വരാനും തമിഴ്നാട് BJPയുടെ നേതൃത്വം കൈയാളാനുമൊക്കെ ഒരു വിഭാഗം നേതാക്കൾ ഇവിടെ ഉടുപ്പ് തച്ചുവെച്ച് കാത്തിരിക്കുമ്പോഴാണ് അണ്ണാമലൈ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ BJPയിലെ ഒരു വിഭാഗം, വളരെ ചെറിയൊരു വിഭാഗം നേതാക്കൾക്ക് അണ്ണാമലൈയോട് എതിർപ്പുണ്ട്. പക്ഷേ തമിഴ്നാട്ടിലെ സാധാരണ BJP പ്രവർത്തകർക്ക് അണ്ണാമലൈയുടെ വരവ് വലിയ ആവേശം നൽകി. അവർ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. സമൂഹത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ പിന്നീട് BJP പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഭരണകക്ഷിയായ DMKയുടെ കസേര പോലും പിടിച്ചു കുലുക്കുന്ന തരത്തിലായിരുന്നു അണ്ണാമലൈ ആസൂത്രണം ചെയ്ത രാഷ്ട്രീയ പരിപാടികൾ തമിഴ്നാട്ടിൽ മുന്നോട്ട് പോയത്. അണ്ണാമലൈയുടെ ആ വ്യക്തിപ്രഭാവം കൊണ്ട് നിരവധി ചെറുപ്പക്കാർ, 10,000-കണക്കിന് ചെറുപ്പക്കാർ പാർട്ടിയിലേക്ക് വന്നു. നിരവധി നേതാക്കന്മാർ DMKയിൽ നിന്നും AIADMKയിൽ നിന്നുമെല്ലാം BJPയിലേക്ക് ഒഴുകിയെത്തി. ഇത് തമിഴ്നാട് BJPയിൽ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാകും എന്ന് രാഷ്ട്രീയ വിശാരദന്മാരെല്ലാം കണക്കുകൂട്ടി. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ അണ്ണാമലൈ നയിക്കുന്ന BJPയെ DMK പോലും ഭയപ്പെട്ടു. ഭരണകക്ഷിയായിരുന്ന DMKയ്ക്ക് ഭയപ്പെടാനുണ്ടായിരുന്നത് ഇപ്പുറത്ത് പ്രതിപക്ഷമായിരുന്ന AIADMK ആയിരുന്നു. എന്നാൽ അതിനുമപ്പുറം ആ NDA മുന്നണിയിലെ ഒരു ഘടകകക്ഷി മാത്രമായിരുന്ന, ഇതുവരെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്താതിരുന്ന BJP എന്ന രാഷ്ട്രീയ പാർട്ടി തങ്ങൾക്ക് ഭീഷണിയായി ഉയർന്നു വരുന്നു എന്ന് DMK മനസ്സിലാക്കി. DMK എന്ന കുടുംബാധിപത്യ പാർട്ടിയുടെ തനിനിറം മുഴുവൻ വലിച്ചു പുറത്തേക്കിടാൻ അണ്ണാമലൈക്ക് കഴിഞ്ഞു. DMK ഫയൽസ് എന്ന പേരിൽ DMKയും അതുപോലെ തന്നെ DMKയ്ക്ക് നേതൃത്വം നൽകുന്ന കുടുംബവും രാജ്യത്തും സംസ്ഥാനത്തുമെല്ലാം കാട്ടിക്കൂട്ടിയ അഴിമതി കഥകൾ ഓരോന്നോരോന്നായി ജനം അറിയാൻ തുടങ്ങി. മാത്രമല്ല, അവിടെ DMK സർക്കാർ ഹിന്ദു വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുമ്പോഴെല്ലാം ഹിന്ദുക്കൾക്ക് ഒരു രക്ഷാകവചമായി അണ്ണാമലൈയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ BJPയും എത്തി. ഇതെല്ലാം തമിഴ്നാട് രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അണ്ണാമലൈ ഒരു വലിയ ശക്തിയായി ഉയർന്നു വരുമ്പോഴാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു സഖ്യം, NDA വിപുലീകരണം എന്ന ഒരു നയം കേന്ദ്ര നേതൃത്വം കൊണ്ടുവരുന്നത്. അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര നേതൃത്വത്തിന് തമിഴ്നാട്ടിൽ NDA മുന്നണി വിപുലീകരിക്കണം എന്ന നയമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അണ്ണാമലൈക്ക് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആ നയത്തോട് യോജിക്കാൻ കഴിഞ്ഞില്ല. BJP അതുപോലെ തന്നെ സമാന മനസ്കൃതരായ മറ്റു ചില പാർട്ടികൾ മാത്രം ഒരുമിച്ച് നിൽക്കണമെന്നും AIADMKയെ പോലെയുള്ള അഴിമതി പാർട്ടികളെ ഒരു കാതമകലെ നിർത്തണമെന്നുമായിരുന്നു അണ്ണാമലൈ പറഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ അണ്ണാമലൈ മുന്നോട്ട് വെച്ച നയം. പക്ഷേ ആ നയത്തോട്
അമിത്ഷാ നേതൃത്വം നൽകുന്ന BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അണ്ണാമലൈ എന്ന വ്യക്തിയുടെ കഴിവിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അണ്ണാമലൈയുടെ പദ്ധതി അനുസരിച്ച് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന് BJP കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തമിഴ്നാട്ടിൽ സീറ്റുകളൊന്നും ലഭിച്ചില്ല. വോട്ടിംഗ് ശതമാനം 2-ൽ നിന്ന് 11% ഉയർന്നെങ്കിലും സീറ്റുകൾ ലഭിക്കാത്തത് കാരണം അണ്ണാമലയോട് കേന്ദ്ര നേതൃത്വത്തിന് വല്ലാത്ത അകൽച്ചയുണ്ടായി. അതുകൊണ്ട് തന്നെ അണ്ണാമലയുടെ ആ ഒരു പദ്ധതി അതിനിയും തുടരാൻ അനുവദിക്കാൻ കഴിയില്ല എന്ന് അമിത്ഷാ കേന്ദ്രത്തിൽ ശാഠ്യം പിടിച്ചു. പക്ഷേ തൻ്റേതൊരു ദീർഘകാല പദ്ധതിയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലെന്നും തന്നെയും തൻ്റെ ഒപ്പമുള്ള ജയസാധ്യതയുള്ള MLA-മാരെയും പരാജയപ്പെടുത്തിയത് ADMKയും DMKയും ഒരുമിച്ചാണെന്നും സമർത്ഥിക്കാൻ അണ്ണാമലൈ ശ്രമിച്ചു. പക്ഷേ അണ്ണാമലയുടെ വാക്കുകൾ BJP കേന്ദ്ര നേതൃത്വം ചെവിക്കൊണ്ടില്ല. മാത്രമല്ല DMK സർക്കാരിനെ താഴെ ഇറക്കണമെങ്കിൽ AADMK ഒപ്പം കൂട്ടി ഒരു വലിയ NDA സഖ്യത്തിനെ സാധിക്കുമെന്ന് അമിത്ഷാ കണക്കുകൂട്ടി. അതിൻ്റെ ഭാഗമായിട്ടാണ് AADMKയെ തമിഴ്നാട്ടിൽ NDAയിലേക്ക് വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമം അണ്ണാമലയുടെ എതിർപ്പുകളെ അവഗണിച്ച് അമിത്ഷാ നടത്തിയത്. പക്ഷേ NDAയിലേക്ക് വരാനായി AADMK മുന്നോട്ട് വെച്ച ഏക ഉപാധി എന്ന് പറഞ്ഞാൽ അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നായിരുന്നു. മാത്രമല്ല തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത തരത്തിൽ കേന്ദ്ര നേതൃത്വത്തിലേക്ക് അണ്ണാമലയെ മാറ്റിസ്ഥാപിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു മുന്നണി ഉണ്ടാകുന്നതിനും ഭരണമാറ്റം ഉണ്ടാകുന്നതിനും വേണ്ടി അമിത്ഷാ അതിനും തയ്യാറായി എന്നുള്ളത് അണ്ണാമലയെ അത്ഭുതപ്പെടുത്തി. നയനാർ നാഗേന്ദ്രനെ BJP സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവന്നു. അണ്ണാമലയെ കേന്ദ്ര നേതൃത്വത്തിന് ആവശ്യമുണ്ട് എന്ന് അമിത്ഷാ പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞത് അവിടെ അവസാനിച്ചു. പിന്നീട് കേന്ദ്ര നേതൃത്വത്തിലേക്ക് അണ്ണാമലൈ വരുന്നത് നമ്മൾ കണ്ടില്ല. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി അണ്ണാമലൈ വരും എന്ന് പ്രതീക്ഷ ഉയർത്തി. പക്ഷേ ആ പേര് വന്നില്ല. പിന്നീട് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി മാറും എന്ന വാർത്തകളും വന്നിരുന്നു. അതും വന്നില്ല. വീണ്ടും ഒരിക്കൽ കൂടി ദേശീയ ജനറൽ സെക്രട്ടറിയാകുമെന്ന് നിതിൻ നബീൻ അധികാരമേറ്റതിന് ശേഷമുള്ള വാർത്തകൾ പരന്നു. അതും വന്നില്ല. മാത്രമല്ല ഏറ്റവും ഒടുവിലായി തെലങ്കാനയിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ രാജ്യസഭയിലേക്ക് എത്തിയ ശേഷം കേന്ദ്രമന്ത്രിയാക്കുമെന്നും സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതും ഉണ്ടായില്ല. ഇതെല്ലാം അണ്ണാമലയെ ചൊടിപ്പിച്ചുവെന്ന് മാത്രമല്ല, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വ്യക്തമായ പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്ന അണ്ണാമലയ്ക്ക് ഇങ്ങനെ BJP മൂലക്കിരുത്തുന്നത് കാരണം വലിയ അസ്വസ്ഥതയുണ്ടായി. അതുകൊണ്ട് തന്നെ പാർട്ടി നൽകിയ ചില സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ ചില ദൗത്യങ്ങൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് താൻ കൃഷിയിലേക്ക് മടങ്ങുകയാണ് എന്നാദ്യം പറഞ്ഞു. എന്നാൽ പിന്നീട് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും അതിലൂടെ പുതിയൊരു തലത്തിൽ തനിക്ക് സ്വാതന്ത്ര്യമുള്ള രീതിയിൽ പ്രവർത്തിക്കുമെന്നും മാധ്യമങ്ങൾക്ക് സൂചന ലഭിച്ചു. മാത്രമല്ല ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ച MGRനെ പോലെയുള്ള ആളുകളെ ഒപ്പം കൂട്ടി അദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ BJPക്ക് ഉപരിയായി ചില സംഘടനാ പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നു എന്ന വാർത്ത വന്നു. അതിന് തൊട്ടു പിറ്റേ ദിവസമാണ് അണ്ണാമലൈ, അതായത് ജൂൺ 1 അണ്ണാമലൈ ദില്ലിയിലെത്തുന്നത്. പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി അദ്ദേഹം ചർച്ച നടത്തി. പിന്നീട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ചർച്ച നടത്തി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, അതായത് ജൂൺ 1 മുതൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വരെ ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ അണ്ണാമലൈ ഉണ്ടായിരുന്നു. അണ്ണാമലയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അത് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്നു. ആ സ്ട്രാറ്റജിയോട് അങ്ങനെ എളുപ്പം അംഗീകരിച്ചു കൊടുക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് സാധിക്കുന്നില്ല. കാരണം അണ്ണാമലയെ എതിർക്കുന്ന ആളുകൾ, നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിലുണ്ട്. മാത്രമല്ല ഇപ്പോൾ NDA മുന്നണിയിലുള്ള AADMK അണ്ണാമലയെ ശക്തമായി എതിർക്കുകയാണ്. അണ്ണാമല പറയുന്നത് പോലെ അണ്ണാമലയ്ക്കുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെങ്കിൽ NDA മുന്നണിയിൽ നിന്നും AADMK പുറത്താക്കേണ്ടി വരും. അതിന് തൽക്കാലം കേന്ദ്ര നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളുടെ അന്തിമ ഫലം എന്ത് എന്ന് ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് അണ്ണാമലൈ സമൂഹ മാധ്യമങ്ങളിലൂടെ എന്തു പറയുന്നുവെന്ന് ഈ ഭാരതം മുഴുവൻ കാത്തിരിക്കുകയാണ്. പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങുമോ? രാഷ്ട്രീയ നിറമില്ലാത്ത പുതിയൊരു സംഘടന പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങുമോ? അതോ BJPയിൽ തുടരുമോ? BJPയിൽ പുതിയ ഒരു പദയാത്ര നടത്താൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് നേരത്തെ അണ്ണാമലൈ വ്യക്തമാക്കിയിരുന്നത് എന്നാണ് സൂചന. ഒരു പദയാത്ര തനിക്ക് നടത്തണം. കാരണം നേരത്തെ ഈ DMK സർക്കാരിനെ താഴെ ഇറക്കാനായി ഒരു മുന്നണി ഉണ്ടായേ പറ്റൂ എന്ന ഒരു കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തലുണ്ടായിരുന്നു. ആ വിലയിരുത്തൽ തെറ്റായി മാറി. കാരണം ഒരൊറ്റയാൾ പോരാട്ടം
TVK വിജയുടെ നേതൃത്വത്തിൽ പോരാടിയപ്പോൾ DMK താഴെപ്പോയി. അതുകൊണ്ട് തന്നെ തമിഴക രാഷ്ട്രീയം ആകെ മാറി മറിയുകയാണ്. DMK എന്ന പാർട്ടി തകർന്നടിയുന്നു, ADMK പാർട്ടിയെ തകർന്നടിയുന്നു. അതുകൊണ്ട് തന്നെ BJPക്ക് ഉയർന്നു വരാൻ പറ്റിയ സമയമാണ്. പക്ഷെ BJP തന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് താൻ സ്വതന്ത്രമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോകുന്നു, ഒരു യാത്ര നടത്താൻ പോകുന്നു. അതിനുള്ള അനുമതി കിട്ടാത്തത് കൊണ്ട് താൻ പാർട്ടി വിടുന്നുവെന്നാണ് അണ്ണാമലൈ നേതൃത്വത്തെ അറിയിച്ചത് എന്നാണ് സൂചന. പക്ഷേ അണ്ണാമലൈക്ക് എല്ലാവിധ പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകാമെന്നും അങ്ങനെ ഒരു യാത്ര BJPയുടെ ഉള്ളിൽ നിന്ന് തന്നെ നടത്താമെന്നും അമിത്ഷാ അറിയിച്ചതായിട്ടാണ് സൂചന. പക്ഷേ ഈ യാത്ര എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കും? ഇതിനുള്ള അനുമതി കേന്ദ്ര നേതൃത്വം നൽകുമോ? ഇതെല്ലാമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം ചർച്ച ചെയ്തത്. എന്തായാലും ചർച്ചകൾക്ക് ശേഷം കാര്യങ്ങളിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്നുറപ്പാണ്. ആ തീരുമാനം പ്രഖ്യാപിക്കാനാണ് ഇന്ന് ഉച്ചയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ അണ്ണാമലൈ ജനങ്ങളുമായി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ആ സംസാരം അല്ലെങ്കിൽ ആ അഭിസംബോധന കേൾക്കാനായി രാജ്യം തന്നെ കാത്തിരിക്കുകയാണ്. കാരണം പുറത്തു പോകാൻ പറയുമ്പോൾ അല്ലെങ്കിൽ പുറത്തു പോകുന്നു എന്ന് പറയുമ്പോൾ പോയിക്കോട്ടെ എന്ന് കരുതാൻ കഴിയുന്ന ഒരു നേതാവല്ല BJPയെ സംബന്ധിച്ചിടത്തോളം അണ്ണാമലൈ. ഇന്ത്യൻ പോലീസ് സർവീസിന്റെ തലപ്പത്ത് നിന്നുമാണ് അദ്ദേഹം താഴേക്കിറങ്ങി രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ജനങ്ങളെ സേവിക്കാൻ, നിസ്വാർത്ഥമായ സാമൂഹിക സേവനം നടത്താൻ, തമിഴക രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ, അതാണ് അണ്ണാമലൈയുടെ ലക്ഷ്യം. കാരണം തമിഴക രാഷ്ട്രീയം എപ്പോഴും ദ്രാവിഡ പാർട്ടികളുടെ ഒരു കുത്തകയായി മാറുകയാണ്. ദ്രാവിഡ പാർട്ടികളുടെ പല നയങ്ങളും വിഘടനവാദ സമാനമായ നയങ്ങളാണ്. അതുകൊണ്ട് തന്നെ തമിഴക രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിന് സ്ഥാനം വേണം. ആ സ്ഥാനം ഉണ്ടാക്കാനാണ് അണ്ണാമലൈ പാടുപെടുന്നത് എന്ന് വ്യക്തമാണ്. എന്നാൽ ആ പ്രവർത്തന സ്വാതന്ത്ര്യം BJP അനുവദിച്ചില്ലെങ്കിൽ, നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലാതെ എന്ന ഒരു നയം ഉയർത്തിപ്പിടിക്കുകയാണ് അണ്ണാമലൈ. അതുകൊണ്ട് തന്നെ അണ്ണാമലയെ മെരുക്കാൻ BJPക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ അണ്ണാമലയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ BJPക്ക് സാധിക്കുമോ? അതോ അണ്ണാമലൈ BJP വിട്ട് എല്ലാവരും കരുതിയതുപോലെ തന്നെ പുറത്തേക്ക് വരുമോ? അത് ഇന്നുച്ചയ്ക്ക് 12 മണിയോടുകൂടി അറിയാം.